കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൽ എത്രമാത്രം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ആ ഒരു പ്രോബ്ലത്തിനെയൊക്കെ നമുക്ക് സയന്റിഫിക്കലി നമുക്ക് അതിനെ ഓവർകം ചെയ്ത് നമുക്ക് പ്രൊഡക്ഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സോയിലിന്റെ ഫെർട്ടിലിറ്റിയെ കുറിച്ചും അതെങ്ങനെ നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും എന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ മെയിൻലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചും അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പെസ്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെല്ലാം റെഡി ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, നമ്മൾ പയറാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ പയറൊക്കെ കൃഷി ചെയ്ത് നമ്മളതിനെ നോക്കി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എന്ത് ചെയ്തു, നമ്മളതിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അത് നമ്മള് എന്താണ് പ്രൊഡക്റ്റ് പയ്യെ ആയി, നമ്മളുടെ പയർ പയ്യെ വിരിഞ്ഞൊക്കെ വന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ നല്ല നല്ല കൂട്ടുകാരന്മാര് വരും. എന്തിനു വേണ്ടിയിട്ട്? അതിനെ അങ്ങ് കഴിച്ച് ആഹാരം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ചിലപ്പോ അത് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ചില പുഴുക്കളായിരിക്കും, അല്ലെ? ചില ഇൻസെക്റ്റുകളായിരിക്കും. അങ്ങനെ ചില ബിരുദന്മാര് വന്ന് എന്ത് ചെയ്യും? അതിനെ പതിയെ അങ്ങ് കഴിച്ച് തീർക്കാൻ തുടങ്ങും. അങ്ങനെ കഴിക്കുന്നത് വഴി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എന്താണ് നമ്മളുടെ ക്യാബേജ് ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കംപ്ലീറ്റ്ലി അതിന്റെ വിളവൊക്കെ എടുക്കാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് ഓക്കെ ആയി വന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? കുറെ പൂക്കളൊക്കെ വന്നിട്ട് അതിനെ എന്ത് ചെയ്യും? കഴിക്കും. അതുപോലെ തന്നെ പയറിലാണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ്, അല്ലെ? അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിയിലും ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ കൃഷിയിൽ അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ പിന്നീട് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന പെസ്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്, അല്ലെ? പെസ്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ പെസ്റ്റ്, അല്ലെ? എന്താണ് ഈ പെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ? അപ്പോ പെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സ്പീഷ്യസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം എന്ത് ചെയ്യാണ്? നമ്മളുടെ പ്ലാന്റിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ പാർട്ടിനെ എന്ത് ചെയ്യാണ്? അറ്റാക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാണ്? അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കുകയാണ്. അതായത് നമുക്കതിനെ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിനെ പ്ലാന്റിനെയോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രൊഡക്റ്റിനെയോ ഒരു ആനിമൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പതോജനിക് ആയിട്ടുള്ള ഏജൻസ്, അതായത് ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കാം, അങ്ങനെയുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്ത് അതിന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഓർത്താൽ നമുക്ക് മനസ്സിലാവും, നമ്മളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് റിമെമ്പർ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ കാണപ്പെടുന്ന ഒരുപാട് തരത്തിലുള്ള പെസ്റ്റുകളുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ പുഴുക്കള്. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രാസ് ഹോപ്പറിന്റെ തന്നെ ഒരു ഇനത്തിൽ വരുന്നതാണ് നമ്മുടെ വെട്ടുക്കിളി എന്ന് പറയുന്നത്. ആ വെട്ടുക്കിളികള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒച്ച്, സ്നെയില്, പിന്നെ അതുപോലെ ഒരുപാട് എന്തുണ്ട്? പെസ്റ്റുകൾ നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത ചില മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്കും ആർക്കുണ്ടാകുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ പ്ലാന്റ്സിന് എന്തുണ്ടാവുന്നുണ്ട്? അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഇഷ്യൂവിനെ നമുക്ക് ഓവർകം ചെയ്യാം? നമ്മൾ ഇഷ്യൂ കണ്ടുപിടിച്ചു, അല്ലെ? നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഈ പറയുന്ന പെസ്റ്റുകൾ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഇഷ്യൂവിനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെ? നമ്മുടെ കൃഷിയിൽ അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ സ്ഥലത്ത് നിന്നും ഈ പറയുന്ന പെസ്റ്റിനെ ഓടിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന മെത്തേഡ്സുകളാണ്. എങ്ങനെയാണ് നമുക്ക് പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മുടെ കൃഷിയിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പൊ ഫെർട്ടിലൈസേഴ്സ് എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്? സോയിലിന്റെ
ഫെർട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് പ്ലാന്റിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ഇതായിരുന്നു നമ്മളുടെ പ്ലാന്റിന്റെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴിയുള്ള നമ്മളുടെ ഗുണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എയിം ചെയ്തിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മളുടെ എയിം എന്തായിരിക്കും? പെസ്റ്റുകളെ എന്ത് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇമേജിൽ കാണിച്ചേക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡുകളെ നമ്മൾ സ്പ്രേ ചെയ്യും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇതിലുള്ള കെമിക്കൽസ് നമ്മളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള പെസ്റ്റിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സുകൾ ആക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ്, എങ്ങനെയായിരിക്കും? പെസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നമ്മളൊരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ആ ഒരു പെസ്റ്റിസൈഡുകൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. ഇനി കുറെ നാൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ പറയുന്ന പെസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ സെയിം പെസ്റ്റിസൈഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ പെസ്റ്റിസൈഡിനോട് ഒരു റെസിസ്റ്റൻസ് വരും, അല്ലെ? ഈ ഒരു എമൗണ്ടിൽ ഒന്നും ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല, ഇതൊക്കെ എനിക്കൊന്നും പറ്റാനില്ല എന്നുള്ള രീതിയിൽ ഒന്നും മൈൻഡ് ആക്കാതെ നമ്മുടെ പുഴുക്കളൊക്കെ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് അങ്ങ് പോകും, അല്ലെ? ആണോ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ ഒഴിച്ചിട്ട് ഇത് റെഡി ആവുന്നില്ലേ, എന്നാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ അങ്ങ് ഒഴിച്ചേക്കാമെന്ന് ഓർത്തിട്ട് ആരിനെ ആഡ് ചെയ്യും? വീണ്ടും നമ്മുടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ മുമ്പേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡുകളും ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതായത് നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി നമ്മൾ പെസ്റ്റിസൈഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു. അപ്പൊ ഈ സ്പ്രേ ചെയ്യുന്ന ഈ മനുഷ്യൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരൊക്കെ സംബന്ധിച്ച് അവരങ്ങനെ മാസ്ക് ഒന്നും വെച്ചിട്ടൊന്നുമല്ല ഈ പറയുന്ന സ്പ്രേയും കാര്യങ്ങളും ഒന്നും നടത്തുന്നത്. അവര് ചെയ്യുന്നത് ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? ഡയറക്ട്ലി അങ്ങ് സ്പ്രേ ചെയ്യും. അത് മുഴുവൻ അവരെന്ത് ചെയ്യും? ശ്വസിച്ച് അകത്തും കയറ്റും. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പം ഈ പറയുന്ന ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ എന്ത് വരാൻ കാരണമാകും? ഈ പറയുന്ന പെസ്റ്റിസൈഡുകളുടെ ഒക്കെ കണ്ടിന്യൂസ് യൂസ് കാരണം ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡുകൾ എന്താണ്, സോയിലിൽ ചെന്നിട്ട് അത് ഈ പറയുന്ന മഴയും ഒക്കെ വന്നു കഴിയുമ്പം എന്ത് ചെയ്യും? പതിയെ പതിയെ ഒഴുകി നമ്മളുടെ സറൗണ്ടിങ് വാട്ടർ സോഴ്സിലേക്കൊക്കെ പോയി അവിടെ എന്ത് ചെയ്യും? അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ആനിമൽസിനും ഇത് കണ്ടിന്യൂസ്ലി ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഡെത്തിനും അത് കാരണമാകും. അത് മാത്രമല്ല, നമ്മുടെ കുളത്തിലേക്കോ കിണറ്റിലേക്കോ ഒക്കെയാ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതൊക്കെ നമ്മൾ എടുത്ത് കുടിക്കും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? നമ്മൾ അതിനു വേണ്ടി അത് ആ വെള്ളം വെച്ച് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മളുടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ അപ്പൊ എന്ത് വരും? അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഓരോരോ അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ ഈ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് തോന്നും, പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡുകളെ യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? കാരണം പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പെസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലെ മുഴുവൻ കൃഷിയും അവർ നശിപ്പിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കർഷകർക്ക് എന്താണ്? നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ കർഷകരെ സംബന്ധിച്ച് എന്താണ്? ഇവയെ റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഈ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യാതെ നമുക്ക് ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഈ പറയുന്ന പെസ്റ്റുകളുണ്ട്. ഇപ്പൊ പുഴുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഇൻസെക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ഇവരെ ഒക്കെ ആഹാരമാക്കുന്ന ഒരുപാട് ജീവികൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടായിരിക്കും, അല്ലെ? ഉണ്ടായിരിക്കുമോ? ഇവരെ നമുക്ക് യൂസ് ചെയ്യത്തില്ലേ നമ്മളുടെ ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? നമുക്കിപ്പോ പുഴുക്കളെ തിന്നുന്ന ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഈ ബേർഡ്സിനെ നമുക്ക് ഈ പറയുന്ന കൃഷി സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന പുഴുക്കളെ മുഴുവൻ കൊത്തി അങ്ങ് തിന്നോളും, അല്ലെ? അപ്പൊ നമ്മളുടെ സോയിലിനും പ്രശ്നമില്ല, നമ്മുടെ ഹെൽത്തിനും പ്രശ്നമില്ല, നമുക്ക് ഒരു തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തും ഇല്ല. അപ്പൊ അത്തരത്തില് ചില ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന
ഈ പെസ്റ്റുകളെ തന്നെ ആഹാരമാക്കുന്ന ചില ഓർഗാനിസംസ് ആയിരിക്കും. അത് ചിലപ്പോൾ ചില പതോജൻസ് ആയിരിക്കും, ചില പ്രിഡേറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ കൃഷി സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത് കാരണം എന്താണ്? നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കിളി പറയുന്ന നമ്മളുടെ നെൽകൃഷിയുടെ അവിടെ വന്നിരുന്നിട്ട് ഒരു ചെറിയൊരു ജീവി നെല്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ കിളി വന്നതിനെ കൊത്തിത്തിന്നു, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ വണ്ടുകള് അവിടെ നമ്മുടെ റോസാ ചെടിയിൽ നിറയെ കുഞ്ഞു കുറെ ഇൻസെക്റ്റുകൾ വന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടുകൾ എന്ത് ചെയ്തു? അതിനെ മുഴുവൻ അങ്ങ് ആഹാരമാക്കും. അപ്പൊ ഈ പറയുന്ന ഒരു മെത്തേഡ് കൊണ്ട് അപ്പൊ എന്താണ്? ഈ പറയുന്ന പുഴുവിനും അതുപോലെ തന്നെ ഈ പറയുന്ന ചെറിയ ഇൻസെക്റ്റിനും ഒക്കെ ആരാണ് അവിടെ എനിമി ആയിട്ട് ആക്ട് ചെയ്തേക്കുന്നത്? ചെറിയ ബേർഡ്സും മറ്റുള്ള ഇൻസെക്റ്റുകളും തന്നെയാണ് എന്തായിട്ട് ആക്ട് ചെയ്തത്? എനിമീസ് ആയിട്ട് ആക്ട് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള എനിമീസിനെയാണ് നമ്മൾ നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നാച്ചുറൽ എനിമീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ എന്താണ്? ചില പ്രിഡേറ്റേഴ്സ് ആയിരിക്കാം, പാരാസൈറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ പതോജൻസ് ആയിരിക്കാം. അതായത് ഈ പറയുന്ന പെസ്റ്റുകൾക്ക് എന്താണ്? പ്രിഡേറ്റർ ആയിട്ടും പാരാസൈറ്റ് ആയിട്ടും പതോജനായിട്ടും ആക്ട് ചെയ്യുന്ന ചില ഓർഗാനിസത്തിനെ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ നാച്ചുറൽ എനിമീസ് ഇവരെ എന്ത് ചെയ്യും? ആഹാരമാണ്. അപ്പം രണ്ട് ഗുണങ്ങൾ നമുക്ക് അതുകൊണ്ടുണ്ട്. ഒന്ന്, നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ഫീൽഡിലുള്ള മുഴുവൻ പെസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രിഡേറ്റേഴ്സിനും പാരാസൈറ്റുകൾക്കും പതോജനും ഒക്കെ എന്ത് സംഭവിക്കും? അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇതുവഴി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമുക്ക് നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് പെസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നാച്ചുറൽ എനിമീസിനെയും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചില മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് നേച്ചറിന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ മുമ്പോട്ടേക്ക് വെച്ചേക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IPM എന്ന് പറയുന്നത്. എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IPM എന്ന് പറയുന്നത്? അപ്പൊ ഈ IPM എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതായത് ഇതിനകത്ത് എന്താണ്? ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെത്തേഡില് നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ഒരു പെസ്റ്റിനെ നമ്മൾ കൊന്നുകളയുകയോ അല്ലെങ്കിൽ ഇപ്പൊ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്തിട്ട് കൊന്നുകളയുകയോ ഒന്നും ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്? ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പെസ്റ്റ് വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പുതിയ ജനറേഷൻസിനെ ഉണ്ടാക്കാതെ എന്ത് ചെയ്യുക? ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയായിരിക്കും ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി പറയുന്ന ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മളുടെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? prevent the multiplication of pests and to limit their number without loss of crop. അതായത് എന്താണ്? ഒരു രീതിയിലും ക്രോപ്പിന് എന്താണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന പെസ്റ്റിന്റെ എന്ത് കുറയ്ക്കും? മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് കുറയ്ക്കും. അതായത് ഇവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എബിലിറ്റി കുറച്ച് എന്ത് ചെയ്യും? ക്രോപ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ IPM-ന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് നേച്ചറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ എനിമീസിനെ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രത്യേകിച്ച് എന്താണ്? നേച്ചറിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ മറ്റുള്ള ഓർഗാനിസിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫുഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേച്ചറിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരു രീതിയിലും എന്താണ്? ഈ ഒരു പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? എൻവയോൺമെന്റിനെ ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല? ഡിസ്റ്റർബ് ചെയ്യുന്നും ഇല്ല. ഓക്കെ,
എന്താണ് നമ്മളുടെ കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ ഒരു യൂസേജ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ പറയുന്ന ഒരു മെത്തേഡിൽ അപ്പൊ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ? എന്തായിരിക്കും ഈ പറയുന്ന മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെസ്റ്റിസൈഡുകൾ പല രീതിയിലുള്ള പെസ്റ്റിസൈഡുകളുണ്ട്. ഇപ്പൊ പറഞ്ഞ കെമിക്കൽ പെസ്റ്റിസൈഡുകളായിരുന്നു. അതായിരുന്നു നേച്ചറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് തന്നെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ബയോ പെസ്റ്റിസൈഡുകളുണ്ട്. അപ്പൊ ഈ ബയോ പെസ്റ്റിസൈഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നാച്ചുറൽ എനിമീസിനെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു നാച്ചുറൽ എനിമീസ് എന്താണ്. ഓക്കെ, ആ പറഞ്ഞ നാച്ചുറൽ എനിമീസിനെ നമ്മളുടെ ഈ പറഞ്ഞ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പെസ്റ്റിന്റെ കൺട്രോള് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പെസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില മെക്കാനിക്കൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ചില ട്രാപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യുന്നത് അത്രമാത്രം എന്തിന് കാരണമാവുന്നുണ്ട്? ഒരുപാട് ഡിസീസസിന് കാരണമാവുന്നുണ്ട്. എസ്പെഷ്യലി ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. കാരണം ഇതിനകത്തെല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എന്താണ്? കുറെ കെമിക്കൽസ് ആണ് അല്ലെ? ഈ പറഞ്ഞ കെമിക്കൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ റെസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്ത് അകത്തേക്ക് പോവുകയാണ്. അതെല്ലാം നമ്മളുടെ ബോഡിയുടെ ഓരോരോ പോർഷൻസിലേക്ക് എത്തി അതെന്തിന് കാരണമാകും? ഒരുപാട് ചേഞ്ചസിന് കാരണമായി ഫൈനലി അത് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതാണോ നല്ലത്? പകരം ഇത്തരത്തില് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ മറ്റുള്ള ഓർഗാനിസങ്ങൾക്കും അതുപോലെ നമ്മുടെ നേച്ചറിനും ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയെന്ന് വരും. പക്ഷെ എന്നാലും കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അഡ്വാൻറ്റേജസ് ഏറ്റവും കൂടുതൽ എന്തിനാണ്? ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴിയാണ്. ഓക്കെ, അപ്പം ഈ ഡിസഡ്വാൻറ്റേജസ് കൂടുതലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡുകളെ ഉപേക്ഷിച്ച് അഡ്വാൻറ്റേജസ് കൂടുതലുള്ള നമ്മുടെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റും അതുപോലെ നാച്ചുറൽ എനിമീസിന്റെ യൂസേജ് ഒക്കെ വഴി നമ്മൾ എന്ത് ചെയ്യുക? പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ഈ പെസ്റ്റിന്റെ ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ ഈ പറയുന്ന പെസ്റ്റിനെയൊക്കെ കളഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കറിയാം എപ്പോഴും ഹാർവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കത്തില്ല കിട്ടുന്നത് അല്ലെ? അതിനകത്ത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇൻസെക്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടായ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ചീഞ്ഞു പോയതുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വെള്ളത്തിന്റെ കൂടുതൽ കൊണ്ടോ അങ്ങനെയൊക്കെ നശിച്ചു പോയ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ ഒരുപാട് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ക്രോപ്പ് പ്രൊഡക്ഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ ഫോം ചെയ്യുന്നുണ്ട്. വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും എന്താണ്? എൻവയോൺമെന്റിന് ഒരു ബാഡ് ഒരു എന്താണ്? വീണ്ടും ഒരു പ്രശ്നമായിട്ട് ഫോം ചെയ്യും. ഒന്നുകൂടെ പറയാവേ. വീണ്ടും അതെന്താണ്? ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒന്നായിട്ട് മാറും അല്ലെ? നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രശ്നമായിട്ട് മാറും അല്ലെ? അപ്പം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക? നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്ന വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രോപ്പർ വേയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് പറ്റുന്നത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ്. ഓക്കെ, കമ്പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കമ്പോസ്റ്റ് എന്ന്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മൈക്രോ ഓർഗാനിസത്തിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സോയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്
കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് കാരണം ഈ പറയുന്ന നമ്മളുടെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മുഴുവൻ ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, ഡീഗ്രേഡ് ചെയ്ത് നമുക്ക് നല്ല വളങ്ങളായിട്ട് മാറും. നമ്മൾ മുമ്പേ പറഞ്ഞ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇത് മാറി നമുക്ക് വീണ്ടും അത് സോയിലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വേസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നശിപ്പിക്കുന്നുമില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കമ്പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് പുറത്തേക്ക് നമ്മളുടെ തന്നെ കൃഷി സ്ഥലത്ത് നമുക്ക് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സോയിലിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ വീട്ടില് പശുക്കളെ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനടുത്തായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റേഷൻ കൂടെ ഉണ്ടാവും, ഒരു പ്ലാന്റ് കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ തരുന്ന ഒന്നാണ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒന്നാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടില് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ വീട്ടില് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മിച്ചം വരുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീഗ്രേഡബിൾ ആയിട്ടുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് എങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ അത് കൂടാതെ നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനകത്തെ കൗഡർ അല്ലെങ്കിൽ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാണകം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാണകവും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ആഡ് ചെയ്ത ഈ പറയുന്ന വേസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് പല രീതിയിലുള്ള റിസൾട്ട് ഫൈനലി നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിനെ ഡീകമ്പോസ് ചെയ്താൽ എന്തായിട്ട് മാറും? ഒരു ബയോ ഫ്യൂവൽ ആയിട്ട് അല്ലെങ്കിൽ ബയോ ഗ്യാസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബയോഗ്യാസിന്റെ ആ ഒരു എന്താണ് ഗ്യാസിന്റെ ആ ഒരു ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഡീകമ്പോസിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കെല്ലാം കഴിഞ്ഞ് മിച്ചം വരുന്ന ചാണകമുണ്ട്, അതിന്റെ ഫൈനൽ ആയിട്ട് വരുന്ന സ്ലറി ഉണ്ട്. ആ സ്ലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ലറി നമുക്ക് നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വളമായിട്ട്, ഒരു ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ പറയുന്ന സ്ലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് കൃഷിയിൽ നിന്നും ഒരുപാട് ഇതുപോലെയുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം നമ്മളുടെ പൗഡർ, ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി ആ പ്ലാന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ആക്ടിവിറ്റി കാരണം നമുക്ക് എന്ത് കിട്ടും? ബയോഗ്യാസ് അല്ലെങ്കിൽ ബയോ ഫ്യൂവൽസ് നമുക്ക് കിട്ടും. അത് കൂടാതെ തന്നെ ഈ പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് മിച്ചമുള്ള സ്ലറി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് കുറെ നാൾ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ ഉണക്കിയ രീതിയിലോ ഒന്നെങ്കിൽ ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ ഫോമിലോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സോയിലിലേക്ക് ഒരു ഫെർട്ടിലൈസർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്ന വേസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാനേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ സെക്ടറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾക്കറിയാം നമ്മളിപ്പോ നെൽകൃഷിയൊക്കെ ചെയ്യുന്നു. നെൽകൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നെല്ല് വേണം, അല്ലെ? നെല്ല് വേണം, അത് മേജർ ആയിട്ടുള്ള ഇത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന നെൽകൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് അതിനകത്ത് സ്ട്രോ അല്ലെങ്കിൽ കച്ചി എന്നൊക്കെ പറയും. ഈ കച്ചി എന്ന് പറയുന്നത് മിച്ചമായിട്ട് വരുന്ന ഒരു വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ പശുവിനെ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫൂഡർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന കച്ചി അല്ലെങ്കിൽ സ്ട്രോയിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം നമുക്ക് ഏകദേശം ഈ പശുക്കളെ ഒക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പറയുന്ന കച്ചി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ സ്ട്രോ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന കൗവിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കൃഷികൾ ഇതുപോലെ ഇപ്പം
മെയ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല പല കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കൃഷികളൊക്കെ നമ്മൾ ചെയ്താലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ചില ഗ്രെയിൻസ് കിട്ടുന്ന ചില സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഗ്രെയിൻസ് കിട്ടുന്ന കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ ഫൈനലി കുറെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഈ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ വെറുതെ സോയിൽ കിടന്നു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് പോകും. പക്ഷെ എന്നാലും നമുക്ക് അടുത്ത ഒരു സ്റ്റേജ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യണം, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പോൾട്രി ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്കറിയാം, ഈ പറയുന്ന അരിയൊക്കെ നമ്മൾ അരിയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത അരികളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണ്ടി എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന പോൾട്രി ഫാമിലൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫുഡായിട്ട് യൂസ് ചെയ്യാം. അത് കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? നമുക്ക് കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ, ഈ പറയുന്ന ഗ്രെയിൻസിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ ഒക്കെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ഈ പറയുന്ന പോൾട്രി ഫാമില് നമുക്ക് ഫുഡായിട്ട്, അതായത് നമുക്ക് ഈ പറഞ്ഞ പോൾട്രിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഒരു കുളം, ആ കുളത്തിന് മേളിൽ എന്താണ്? ഒരു താറാവിന്റെ ഒരു കൂട്, അല്ലെ? ഡക്കൂപ്പ് കാണാം. അതിനുശേഷം അതിന് താഴെയായിട്ട് എന്താണ്? ഒരു കുളമുണ്ട്. ആ കുളത്തിൽ എന്തായിരിക്കും? മീനുണ്ടായിരിക്കും, അല്ലെ? അപ്പോ ഇങ്ങനെ നമ്മൾ ഡക്കൂപ്പുകളെ ഒക്കെ നമ്മൾ ഈ പറയുന്ന ഫിഷ് പോണ്ടിന്റെ അല്ലെങ്കിൽ ഫിഷിന്റെ ഒക്കെ ആ ഒരു പോണ്ടിന്റെ എബവ് ലെവലിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 2-3 ഗുണങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഡക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവർ കഴിക്കും. പക്ഷെ എന്നാലും അതിൽ കുറെ മിച്ചം ഫുഡുകൾ കാണും. അപ്പൊ ഈ പറയുന്ന മിച്ചമുള്ള ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും? മിച്ചമുള്ള ഫുഡ് ഈ പറയുന്ന എങ്ങോട്ടേക്കായിരിക്കും ചെല്ലുന്നത്? നമ്മുടെ വാട്ടറിലേക്ക് പോകും. വാട്ടറിൽ ആരുണ്ട്? ഫിഷ് ഉണ്ട്. അപ്പൊ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഫുഡായിട്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളുടെ ഡക്കിന്റെ ഡ്രോപ്പിംഗ്സ് ഉണ്ട്. ഓക്കെ, അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അതിനകത്തൊന്ന് എന്ത് ചെയ്യണം? അവരുടെ വേസ്റ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ഡ്രോപ്പിംഗ്സിലൂടെ അവരെന്ത് ചെയ്യും? വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യും. ആ വേസ്റ്റ് കാരണം എന്ത് സംഭവിക്കും? അവിടെ എന്ത് ചെയ്യും? അവിടെ ഈ പറയുന്ന പോണ്ടിലൊക്കെ ഉള്ള പ്ലാന്റ്സുകളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ അവിടുത്തെ പ്ലാന്റ്സ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഫിഷസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എന്താണ്? നമ്മുടെ ഡക്കിനും ഫുഡ് കിട്ടും, ഡക്കും ഗ്രോ ചെയ്യും ഒരുപോലെ. അതേ സമയത്ത് എന്താണ്? നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ താഴെ, അതായത് ഡക്കൂപ്പിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന പോണ്ടിന്റെ താഴെയുള്ള നമ്മുടെ ഫിഷസിനും എന്ത് സംഭവിക്കും? ഫിഷസും ഒരേ സമയത്ത് തന്നെ ഈ പറഞ്ഞ 2 സ്പീഷീസുകൾക്കും എന്ത് സംഭവിക്കും? ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ നമുക്ക് വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനെ നമ്മൾ എന്താണ്? എഫക്റ്റീവ് ആയിട്ട് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ ഒക്കെ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്ത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്ന വേസ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ് ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് പെസ്റ്റ് കൺട്രോൾ, അല്ലെ? പെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അഗ്രികൾച്ചറിലെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഒന്നാണ് പെസ്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെസ്റ്റിസൈഡ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെസ്റ്റിസൈഡുകൾ എന്ന് പറയുന്നത് മെയിൻലി കെമിക്കൽ പെസ്റ്റിസൈഡുകളായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളുടെ പെസ്റ്റുകളെ ഡിസ്ട്രോയ് ചെയ്യുമായിരിക്കും. അത് മാത്രമല്ല, കണ്ടിന്യൂസ്ലി നമ്മൾ ഈ പറഞ്ഞ പെസ്റ്റിസൈഡുകൾ, കെമിക്കൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യുന്നത് വഴി ഈ പറയുന്ന പെസ്റ്റ് എന്താണ്? ആ ഒരു പെസ്റ്റിസൈഡിനോട് എന്താവും? റെസിസ്റ്റന്റ് ആകും. അപ്പൊ ഈ പറയുന്ന സാധനം ആ ഒരു ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിയിൽ അപ്ലൈ ചെയ്താൽ എന്താവത്തില്ല? എഫക്റ്റീവ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു വന്നു കഴിയുമ്പോൾ അത് അതിന്റെ നമ്മുടെ എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ അത് അഫക്റ്റഡ് ആകും. അപ്പം അതിന് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ പറഞ്ഞ പെസ്റ്റിനെ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പെസ്റ്റിനെ ഫുഡാക്കാനായിട്ടുള്ള
നമ്മുടെ ചില പാരാസൈറ്റുകൾ ഉണ്ടായിരിക്കും, ചില പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ചില പതോജൻസ് ഉണ്ടായിരിക്കും. ഇവരെ എന്ത് ചെയ്യുക, നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ എൻവയോൺമെന്റിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെസ്റ്റിസൈഡുകളും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാച്ചുറൽ മെത്തേഡ്സും യൂസ് ചെയ്ത് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെയാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പെസ്റ്റുകളുടെ മൾട്ടിപ്ലിക്കേഷനെ റെഡ്യൂസ് ചെയ്ത് ക്രോപ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എന്ത് ചെയ്യുക, ഈ പെസ്റ്റിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ബയോ പെസ്റ്റിസൈഡുകളും അതുപോലെ തന്നെ പെസ്റ്റ്, ഈ പറഞ്ഞ പെസ്റ്റിനുള്ള നാച്ചുറൽ എനിമീസിനെയും അതുപോലെ തന്നെ ചില മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് എന്താണ് ബാക്കിയുള്ള എൻവയോൺമെന്റിനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം, ഓരോരോ കൃഷി സ്ഥലത്തും പല പല കൃഷികളാണ് ചെയ്യുന്നതെങ്കിലും ഓരോ ഫീൽഡിനനുസരിച്ചും എന്ത് വരുന്നുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ കിടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്താണ്, സോയിലിലേക്ക് കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡീകമ്പോസിഷൻ നടക്കും എന്ന് പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, അഡീഷണൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, റീയൂസ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ അതിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു അഗ്രികൾച്ചറൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വേണം. അപ്പൊ നമുക്ക് ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്കിപ്പം ഇപ്പം ആനിമൽ ഹസ്ബൻഡറിയിൽ, അതായത് നമുക്ക് നമ്മളുടെ പോൾട്രി ഫാമില് ഫുഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൗവിന്റെ ഒക്കെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ഫിഷിന്റെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനെ, നമ്മുടെ കൃഷിയിലൂടെ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും അടിഞ്ഞുകൂടി കിടക്കാത്ത നല്ലൊരു സസ്റ്റൈനബിൾ മാനേജ്മെന്റോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നല്ലൊരു സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകൾ ടെക്സ്റ്റ് ബുക്കിലെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോ താങ്ക് യു. Manorama Horizon, learning made simple.